എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഓവൻ മേടിക്കാൻ പോവാണ് കേട്ടോ. പൊട്ടീജ് ഓവൻ മേടിക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അല്ലാതെ നമ്മുടെ ബേക്കിംഗ് ഒക്കെ കുക്കറിലല്ല, ഇഡ്ഡലി പാത്രത്തിലും അല്ലാത്ത പാത്രത്തിലൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പം അമ്മാച്ചി ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട് ഓവൻ മേടിക്കാനുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഓവൻ മേടിച്ചിട്ട് വരാം. ലിമോളവിടെ മിടുക്കിയായിട്ടിരിക്കുന്നു അമ്മമ്മയുടെ കയ്യിൽ. അമ്മമ്മ ചുരിദാറൊക്കെ ഇട്ട് മോഡേണായി കഴിഞ്ഞു. അമ്മച്ചൻ ചുരിദാറും കൂടി ഇടാൻ നല്ലത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് എനിക്ക് പൈസ കിട്ടിയിരിക്കണം കേട്ടോ. അതൊക്കെ ഞാനവിടെ തയ്ച്ചു കൊടുക്കണേ. ഓ അമ്മ അപ്പത്തേക്ക് കുറ്റം പറഞ്ഞു. നമ്മളെ പെരിന്തൽമണ്ണ ടൗണ് ഓൾമോസ്റ്റ് എത്തിയിരിക്കണു. അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ബസ്സാണോന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ആയിട്ടൊരു കോഫി ഷോപ്പ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അവിടെ ഭയങ്കര ഗട്ടറാട്ടോ. തട്ടിപ്പ് കച്ചവടം അത് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ ക്യാരറ്റൊക്കെ. അങ്ങനെ കവറിലാക്കി വെച്ചാലേ ഞാൻ കുട്ടിയെ തൊട്ടിൽ താട്ടാണ് പയ്യെ ഈ റോട്ടിൽ എവിടെ അമ്മ കുഴിയില്ല. ഈ വീട്ടിലമ്മ ഈ റോട്ടില് കുഴി ഇളകി പറയും. പൗരാന ഹോസ്പിറ്റൽ കേട്ടോ. നമ്മുടെ കൊണ്ടുചെയ്ത് കുഞ്ഞാവിനടുത്ത ഹോസ്പിറ്റൽ കണ്ടോ. പിന്നെ ഞങ്ങൾ ആ റൂമിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റോഡൊക്കെ കാണായിരുന്നു. അതാ റൂമില് ഇതാ കണ്ണു, ആ നേരെ കണ്ണ ജനല്. ആ റെഡ് കളർ കാണുന്ന കേട്ടോ നമ്മള് പോവാൻ പോണ കട മയൂരി. ഇതാവുന്ന അറിയില്ല എവിടെ ഇതാ റെഡ് കളർ കാണുന്നത് കണ്ടോ, മയൂരി എന്ന് എഴുതിയിട്ട്. ആ സിഗ്നലിന്റെ പുറകില് മയൂരി ഫർണിച്ചർ എന്ന് എഴുതിയിട്ട് ദൂരെ. ട്രാഫിക് പോലീസ് കുടുങ്ങിണ്ണു വണ്ടീനെ കൺട്രോൾ ചെയ്ത്. വണ്ടികളൊക്കെ അടിച്ചു പഠിച്ച് ബ്ലോക്ക് തീരുന്നതാണ് പൊന്നന്റെ ഒരു ഇത്. അല്ല പൊന്ന എന്ത് എന്ത് രസം. വണ്ടികളൊക്കെ പാടെ ഒരുമിച്ച് ഇറങ്ങിയോ? എല്ലാ വണ്ടിയും ഒരുമിച്ച് ഇറങ്ങിയോ? അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവാറില്ല. ഇവിടെ ബ്ലോക്ക് ആദ്യമായിട്ട് വരികയാണ്. ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറില്ല ഇവിടെ. സംഭവം ഞാൻ ആ പോലീസുകാരെ എങ്ങടാ പോണ്, എങ്ങടാന്ന് ചോദിക്കാൻ വിചാരേ. അയാളെന്ന് വീട്ടിൽ വെക്കുന്നതാ ചോദിച്ച്. പിന്നെ നമ്മടെ കാറ് നമ്മളിവിടെ നമ്മടെ ഫോണ് നമ്മടെ കാറ്. ഇത്രയും വലിയ കടയ്ക്ക് പാർക്കിംഗ് ഇല്ലാണ്ടിരിക്കോ? കാണൂലോ. താഴത്തേക്കൊരു ഇത് വഴി കാണുന്നുണ്ടല്ലോ അല്ലേ? പാർക്കിങ്ങിലേക്കുള്ളൊരു സംഭവം തോന്നണം. നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അപ്പോഴേ തോന്നി നിനക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര തോന്നലുകാരനാണല്ലോ. അത് പാർക്കിംഗ് അല്ലേ, പാടത്തേക്കുള്ള വഴിയാണോ? അവിടെ കയറ്റിയിടാൻ തോന്നുന്നു ആ ഓട്ടോ സഫർ. ഹരിയനെ അവിടെ ചോദിക്കാൻ വേണ്ടി പോയേക്കാണ്. അത് വലിയൊരു ഷോപ്പാട്ടോ, കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതിൻ്റെ സെക്ഷന് നല്ല മഴയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും മഴ പെയ്തു.
ഒരുത്തരും ഇവിടെ കടയിലല്ല കാറിലിരുന്ന് തന്നെ കുട നിർത്തി തുടങ്ങി. ഇവനെ കൺട്രോൾ ചെയ്യാനാണ് ഏറ്റവും വലിയ പാട്. കുട എവിടെയുന്നത്? എനിക്ക് കുട വേണ്ട, ഞങ്ങൾ ഓടിക്ക് കളിക്കാം. എനിക്ക് കണ്ടതിലെ മോർഫേറിച്ചാണ് നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കമ്പാരിറ്റീവ്ലി. പിന്നെ ഒരു കമ്പനി ഐറ്റംസിനോടും ചെറിയൊരു വിശ്വാസ്യത കൂടുതലുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ഇലക്ട്രിക് കെറ്റിൽ മോർഫേറിച്ചാടിനെയാണ്. വർഷങ്ങളായിട്ട് വാങ്ങിയിട്ട് ഞാൻ BDSന് പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. സ്റ്റിൽ നല്ല കണ്ടീഷനിലാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല, കേടുപാടുകളും ഇല്ല. ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വിശ്വാസ്യതയാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല. പിന്നെ മാത്രമല്ല എക്സ്ചേഞ്ച് ഓഫർ ഇല്ല. അപ്പം അതുകൊണ്ട് തൽക്കാലം നമുക്കിതങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഉണ്ടോ നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇലക്ട്രിക് ചോപ്പറുകളാണ്. പിന്നെ മാനുവൽ ചോപ്പറുണ്ട്, വെജിറ്റബിൾ കട്ടറൊക്കെ. പിന്നെ ഇതാ ഇലക്ട്രിക് ചിരവയുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ബേക്കിങ്ങിന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓവനൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ചെല്ലടയില്ലേ, അരിപ്പ, അതും വാങ്ങിയിട്ടോ. അപ്പോൾ ഇതാ പോകുമ്പോൾ വഴിയിലൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ, അസാധ്യ ബ്ലോക്കാണ്. ഈ പോകുന്ന വഴിക്ക് ഹരിയണ്ണ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ച് തരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ അധികം സ്ഥലങ്ങളിലേക്കൊന്നും കറങ്ങാനൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ നിന്നല്ല, പൊതുവേ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതാ ഇങ്ങനെയുള്ള യാത്രകളൊക്കെയാണ് ഇപ്പോൾ ഒരു എൻജോയ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ അതാ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് നല്ല ഗട്ടറല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല കേട്ടോ, വേറെ വഴിക്കാണ് ഞങ്ങൾ പോണത്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. എടുക്കാൻ പോവാണ്. അരിപ്പല്ല, മറ്റേ കാറിലെടുത്തോ. എന്താണ് ഫോൺ ആരാ പിടിക്കാ? ഞാൻ എടുത്തോണ്ടേ വീഡിയോ പഴയത് ഞാൻ എടുത്തില്ല. ചളവളായിട്ട് വേറെ വീഡിയോ എന്റെ ഫോൺ എടുത്തു. ഞാൻ പാവാരേട്ടാ, ഞാൻ പാവാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതുകൊണ്ട് എനിക്ക് ഈ മണ്ട ഫോണേ ഉള്ളൂ. എൻ്റെ കെട്ടിയൻ്റെ നല്ല ഫോണുള്ളൂ. വലിയ പണക്കാരുടെ ഫോൺ എത്തി ഗൈസ്. പണക്കാരുടെ ഫോൺ എത്തി ഹാരിസ്. ഫുൾ ടൈം ഫോൺ വിളിയായിരിക്കും. ഈ ഫോണൊന്ന് നിലത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റണ്ടേ? ഫോൺ വരുമോ ഗൈസ്? കോൾ വരുമോ ഗൈസ്? ഓ മെയിൻ ആവൊന്നും വേണ്ട, കണ്ണടയൊക്കെ തല വെച്ചിട്ട് ഓവരെടുക്കപ്പ എന്താ ഹരിയേട്ടാ കമ്മലെടുത്തിടാനോ? ഇനി അതൊക്കെ കട്ട് ചെയ്ത് കളയിട്ടോ. അതൊക്കെ ഞാൻ ആറ്റുനോറ്റ് മേടിച്ചേട്ടോ, അത് കേട് വരുത്തരുത്. ഞാൻ പിടിച്ചില്ല. ഈ നേരെ സെന്ററിൽ കറക്റ്റ് നമ്മുടെ ബഡ്ജറ്റില് ഒതുങ്ങുന്നത് ഇംപെക്സ് ആയിരുന്നു. അതുകൊണ്ട് ഇംപെക്സ് തന്നെ വാങ്ങിട്ടോ. കുഴപ്പമൊന്നുമില്ല.
അല്ല ക്ഷണിച്ചാ ഷർട്ട് ഇടാൻ പാടില്ല. അയ്യോ അപ്പോഴേക്ക് ഞാൻ ഫോൺ ഇങ്ങനെ നീളത്തിലൊക്കെ പിടിച്ചോളാം പിന്നെ. സോറി. ഇത് പിടിക്കും. കുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ പാടില്ല. അയ്യോ എടാ എന്റെ ഫോണ് പൊട്ടിക്കരുത്. നീ ഇവിടെ നിന്ന് എടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ കൂടെ നടക്കല്ലേ. അയ്യോ മറച്ചൊന്നും ഇടരുത്. മറിച്ചിടരുത്. മച്ച മറിക്കും. നീ മറിക്കണ്ട. എന്താ പ്രശ്നം? എന്താ എന്ത് സംഭവം? എന്താ ചെയ്യണ്ട്? പിന്നാക്കം വീഴോ? എന്താ ചെയ്യണ്ടത്? ആര്യൻകുട്ടനായിരുന്നു ശരി. ഇതതിന്റെ ഫ്രണ്ട് തന്നെ. അടിഭാഗാണ്. തലതിരിഞ്ഞ് വന്നേക്ക. ഇതതിന്റെ ട്രേസ് ഒക്കെയാണ് തോന്നുന്നു കേട്ടോ. പിന്നെ കവറൊന്നും കീറല്ലേ ഇവിടെ. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാനുള്ള. നീങ്ങിരിക്ക്. എന്റെ ബാക്കാണ് പൊന്ന. ഇതൊന്നും ഒടിക്കരുത് കേട്ടോ. ഒന്നും കേടുവരുത്തരുത്. ഒന്നും കൂടി ഉൾട്ട തിരിയണം. പൊന്നെ എടാ ഇന്നിപ്പോ ഓവൻ കാണില്ല. എൻ്റെ ബാക്കേ കാണുള്ളൂ. ഇതുണ്ടോ നമ്മുടെ OTG ഇംപെക്സ്. ഇതാണ് അതിൻ്റെ ഗ്ലാസ് ഡോർ ആണ്. തുറക്കണ വീഡിയോ എടുക്കും. ആരും കൊണ്ടും തുറന്നിരിക്കുന്നു. ഇതിലെ ട്രേ ഉണ്ടോ? ഇതിൻ്റെ ഓയിലൊക്കെ കളക്ട് ചെയ്യാനുള്ള ട്രേ ആണ്. എൻ്റെ ഒരു ഭയങ്കര അതൊക്കെ അതിനകത്ത് ഉണ്ടാവണം. കവറിൻ്റെ ഉള്ളിൽ കാണും. കവറിൻ്റെ ഉള്ളിൽ അല്ല ഇവിടെ 45 ലിറ്റർ ആണ്. ഞാൻ ആക്ച്വലി 24 28 ഒക്കെ ഉദ്ദേശിച്ച് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അത് ഭയങ്കര ചെറുതായിട്ട് തോന്നി. 45 ലിറ്റർ മേടിച്ചു. 2 years വാറണ്ടി ഉണ്ട്. 1800 വാട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ അവർ കൊടുത്തേക്കുന്നത്. ആദ്യം പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇവിടെ ആദ്യം ഒരു ഓവൻ ഉണ്ടായിരുന്നു, നല്ല വർക്ക് ചെയ്യുന്ന ഓവൻ. അത് നമ്മൾ അവർക്ക് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം. പൊട്ടിക്കടാ. ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ആയിരിക്കും. ഏതോ നാഗസന്യാസിയുടെ കൈ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഗ്യാരണ്ടി വാറണ്ടി പേപ്പറൊക്കെ ഉണ്ട്. ഇത് ഇതിന്റെ ഗ്രില്ലാണ് കേട്ടോ. നമുക്ക് ബേക്ക് ചെയ്യാൻ ബേക്കിംഗ് ട്രേ ഉണ്ട്. അതിന്റെ ഗ്രില്ലാണ് കേട്ടോ. ഇതാ ചിക്കൻ സാധനമുള്ള സംഭവം. ഇതിനിടയ്ക്ക് ആദ്യം കൂടിയിട്ട് ഒരു കുത്ത് വെച്ച് കൊടുക്കാം പറഞ്ഞ അനുസരിക്കാത്തപ്പം. ഇതിങ്ങനെ വെക്കാൻ ഗ്രില്ല് ചെയ്യുമ്പോ വെക്കാന്. ഇത് ബേക്കിംഗ് ട്രേ. ഇത് മറ്റേ ചിക്കൻ കുത്തി കോർത്തിടാനൊക്കെ. അതിന്റെ ഉള്ളിൽ ഹാങ്ങിങ് ഉണ്ടാവും. ആ ട്രേ എടുക്കണം. ഇതതിന്റെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെയാണ് കേട്ടോ. മാനുവലൊക്കെയാണ്. തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. തന്തൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ടർ കുക്കീസ്, പ്ലെയിൻ കേക്ക്, വെജ്. നോക്കുമ്പോൾ ആരുകൊണ്ട് എന്താ പിസ്സയുടെ റെസിപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. നേരെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഹോം സർവീസാണ് അവർ. അപ്പം നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ 2 yearsനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് വീട്ടിൽ വന്ന് ചെയ്തു തരും. ഇത് ബേക്കിംഗ് ട്രേ ആണ്. ഈ കുക്കീസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ബേക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേക്കിംഗ് ട്രേ ആണെന്ന് തോന്നുന്നു. അതെ ആണ്.
ഹരിയേട്ടൻ്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും വന്നാൽ ചായ കൊടുക്കാനും പറ്റും എന്നാണ് ഹരിയേട്ടൻ പറയണേ. ചായ കൊടുക്കാം. കണ്ടോ, ബേക്കിംഗ് ട്രേ ആണ്. അങ്ങനെയല്ല പിന്നെ ലോക്ക് ഉണ്ടാവും. എല്ലാവരും ഉദ്ഘാടനം ചെയ്യണം. ഫോൺ കവർ ചൂടാക്കാൻ പോവാണ്. എൻ്റെ പൊന്നു ഇത് മറ്റേ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുത്താനൊക്കെ ഉള്ള കുത്തി ലോക്ക് ചെയ്തൊക്കെ വെക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ്. കുറേ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് കണ്ടിട്ടുണ്ട്. തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ നേരത്തെ ഇതൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് തന്നെ ലോക്ക് ചെയ്യണൊക്കെ, ചിക്കൻ ലോക്ക് ചെയ്യണത്. ആരും കൊണ്ട് എന്തോ ഉണ്ടാക്കി എടുത്തു. എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ ഡയറ്റില്ല. ചിക്കൻ വേണ്ട, ചിക്കൻ ഇല്ലാത്ത വീഗൻ ഡയറ്റില്ല. എന്താന്നറിയില്ല, മാനുവൽ നോക്കേണ്ടി വരും. ഇത് ചിക്കൻ ചൂടാനുള്ള സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം അതൊക്കെ. ഇതൊക്കെ ഇതുപോലെ ടിക്കാസും കബാബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പിന്നുകളൊക്കെയാണ്, സ്ക്യൂവേഴ്സൊക്കെയാണ്. കണ്ടോ, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.